സാർ, നമ്മുടെ രാജ്യത്തിന് എല്ലായ്പ്പോഴും ഭീഷണി സൃഷ്ടിക്കുന്ന ഭീകര സംഘടനകളിലൊന്നാണ് അൽ-ഖ്വയ്ദ. ഈ അൽ-ഖ്വയ്ദയുടെ ഒരു വനിതാ നേതാവിനെ പിടികൂടി എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടുമില്ല. ഇപ്പോൾ കുറച്ച് വിവരങ്ങൾ വന്നിട്ടുണ്ട്. അൽ-ഖ്വയ്ദ ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത് എക്വിസ് AQIS അൽ-ഖ്വയ്ദ ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, അതിൻ്റെ ഒരു വനിതാ നേതാവ്, അതായത് ഇന്ത്യക്കാരി തന്നെ, ജാർഖണ്ഡുകാരിയാണ്. അവരെ പിടിച്ചിരിക്കുന്നത്, അവർ 5 കൊല്ലമായിട്ട് താമസിക്കുന്നത് ബംഗളൂരുവിലാണ്. ബംഗളൂരുവിൽ നിന്ന് വീട് റെയ്ഡ് ചെയ്താണ് അവരെ പിടിച്ചത്. അവരുടെ പേര് ഷാമ പ്രവീൺ എന്നാണ്. ഷാമ പ്രവീൺ അൽ-ഖ്വയ്ദയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഇന്ത്യയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, പ്രചാരണങ്ങൾ നടത്തുന്നത്, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒക്കെയുള്ള ചുമതലകൾ ഉണ്ടായിരുന്ന ആളാണ് ഈ ഷാമ പ്രവീൺ. കഴിഞ്ഞ ദിവസം പിടിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് വന്നിട്ടാണ് ചൊവ്വാഴ്ച ഇവരെ ബംഗളൂരുവിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. ജാർഖണ്ഡുകാരിയാണ്, 5 വർഷമായി ബംഗളൂരുവിലാണ് താമസിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഇവരെ പിടിക്കുന്നത് ബംഗളൂരുവിൽ ഇവരുണ്ടെന്നും ഇവരാണ് ഈ അൽ-ഖ്വയ്ദയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നും മനസ്സിലാകുന്നത് ഇപ്പോൾ ഗുജറാത്തിലെ ATS ആണല്ലോ വന്നിരിക്കുന്നത്. അതെ, ഗുജറാത്തിൽ 4 പേര് അറസ്റ്റിലായി. അവരിൽ നിന്നുള്ള വിവരം കിട്ടിയിട്ടാണ് ബംഗളൂരുവിൽ വന്ന് ഗുജറാത്ത് ATS ഈ വനിതാ നേതാവിനെ പിടികൂടിയിരിക്കുന്ന വനിതാ ഭീകര നേതാവിനെ. അതായത് ആ അറസ്റ്റിലായ 4 പേര് മുഹമ്മദ് ഫാർദീൻ അഹമ്മദാബാദിൽ നിന്നാണ് അറസ്റ്റിലായത്. മുഹമ്മദ് ഫൈഖ് അയാൾ ഡൽഹിയിൽ നിന്നാണ് അറസ്റ്റിലായത്. പിന്നെ സീഷൻ അലി നോയിഡയിൽ നിന്നാണ് അറസ്റ്റിലായത്. സേഫുള്ള ഖുറേഷി ഗുജറാത്തിലെ ആരാവല്ലിയിലെ മൊദാസയിൽ നിന്നാണ് അറസ്റ്റിലായത്. ആ 4 പേര് പറഞ്ഞ വിവരം വെച്ചിട്ടാണ് ബംഗളൂരുവിൽ വന്നിട്ട് ഷാമ പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്നത്. UAPA തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ ഒക്കെ ഇവർ ഭീകരത പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗുജറാത്ത് ATSൻ്റെ ഈ സംഘത്തിന് നേതൃത്വം നൽകിയത് DYSP വീർജിത് സിംഗ് പാമർ ആയിരുന്നു. ബംഗളൂരിലൊക്കെ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത്. പിന്നെ കേന്ദ്ര ഏജൻസികളുണ്ടല്ലോ, കേന്ദ്ര ഏജൻസികളിലും ഇതിൽ സഹായിച്ചു. ബംഗളൂരുവിലെ പോലീസും സഹായിച്ചു. ഇവരുടെ മൊബൈലിൽ ഈ AQIS ഉണ്ടല്ലോ, അൽ-ഖ്വയ്ദ ഇൻ സബ് കോണ്ടിനെൻറ്റ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഒക്കെ ഇവരുടെ മൊബൈലിൽ നിന്ന് കിട്ടി. ഇവരിതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് മൗലാന അസിം ഉമർ, പിന്നെ അൻവർ അൽ ഔലക്കി, ഈ അൽ-ഖ്വയ്ദ നേതാക്കളുടെ പ്രഭാഷണങ്ങൾ, ഇതൊക്കെ ഇവരാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇവർ ഈ അക്രമോത്സുകമായ ജിഹാദ്, പിന്നെ ഗസ്വ-ഇ-ഹിന്ദ്, അതായത് ഇന്ത്യയെ മോചിപ്പിക്കുന്ന പരിപാടിയാണല്ലോ ഗസ്വ-ഇ-ഹിന്ദ് എന്ന് പറയുന്നത്, അതൊക്കെ പ്രചരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ, വീഡിയോസും ഒക്കെ ഇവർ അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ മൗലാന അബ്ദുൾ അസീസ് എന്ന് പറയുന്നത് ഈ ലാഹോറിലെ ലാൽ മസ്ജിദ് എന്ന് പറഞ്ഞൊരു മോസ്ക് ഉണ്ടല്ലോ, ആ ലാൽ മസ്ജിദിൽ മുമ്പ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ റെയ്ഡൊക്കെ നടന്നിട്ടുണ്ട്, വിമതന്മാരാണെന്ന് പറഞ്ഞിട്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ഈ ലാൽ മസ്ജിദിനെ സംബന്ധിച്ച്. അപ്പോൾ ലാൽ മസ്ജിദിലെ മൗലാന അബ്ദുൾ അസീസിൻ്റെ വീഡിയോസും ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ മൗലാന അബ്ദുൾ അസീസ് അവിടുത്തെ മറ്റേ ഭരണകൂടത്തിന് വിരുദ്ധമായിരുന്നു ഒരു കാലത്ത് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇന്ത്യൻ ഭരണകൂടത്തിനെ അട്ടിമറിക്കാനായിട്ട് സായുധ കലാപം നടത്തണമെന്ന് അയാൾ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ആണ് ഇവർ അപ്ലോഡ് ചെയ്തതായിട്ട് കണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ ഉൾഫയില്ലേ, നമ്മുടെ ആസാമിലെയൊക്കെ തീവ്രവാദ സംഘടനകളൊക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുള്ളതായിട്ട് മറ്റേ സഭയിലെ ചില ആളുകൾക്കും ചില സ്ഥലത്തെ കന്യാസ്ത്രീമാർക്കും ഒക്കെ ഇല്ലേ, ബസ്തറിലും ഒക്കെ ഈ മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നില്ലേ.
കാരണം ബസ്തർ ഒരു നക്സൽ മേഖലയാണ്. അവിടെ എങ്ങനെയാണ് അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും പോയി മതം മാറ്റാനും ഒക്കെ പറ്റുന്നത്? അപ്പം മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധം വേണം, അങ്ങനെയാണല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഉൾഫാ തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അൽഖയ്ദക്കാർക്ക് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആയുധമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായമൊക്കെ വേണമല്ലോ. ആയുധം, മയക്കുമരുന്ന്, മാവോയിസ്റ്റുകൾക്കൊക്കെ ആഗോളതലത്തിൽ മയക്കുമരുന്ന് അല്ലേ, ഡ്രഗ് മാഫിയൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ, കാർട്ടലുകളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇവര് അഹമ്മദാബാദിൽ നിന്ന് ഇവര് പാകിസ്ഥാനിലെ ഹാൻഡ്ലേഴ്സുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, വേറെ വിദേശ രാജ്യങ്ങളും അല്ലേ ഭീകര സംഘടനകളൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇവര് ഷറിയാത്ത് യാ ഷഹദാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പേജ് തുറന്ന് ഈ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ പേജ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മുഹമ്മദ് ഫൈക്ക്, മറ്റേ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തില്ലേ, അയാൾ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്ട്രേഞ്ചേഴ്സ് നേഷൻ 1, 2 എന്നൊക്കെയുള്ള അക്കൗണ്ടും ഒക്കെ ഇവർക്ക് ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെ ഉള്ളടക്കം മുഴുവൻ ഭീകരവാദമായിരുന്നു, സ്ട്രേഞ്ചേഴ്സ് 1, 2 എന്നുള്ളതൊക്കെ. സഹോദരൻ്റെ കൂടെയാണ് ഈ ഷാമ പ്രവീൺ ബംഗളൂരുവിൽ താമസിച്ചു കൊണ്ടിരുന്നത്. ഈ സഹോദരൻ ഒരു സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഷാമ പ്രവീൺ അൻസാരി എന്നാണ് മുഴുവൻ പേര്. അവർ RT നഗറിലാണ് താമസിച്ചിരുന്നത്, ബംഗളൂരുവിലെ മഹോരായന വാല്യയിലാണ് ഈ RT നഗർ. 2 FB പേജുകൾ അവർ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. 2 FB പേജുകൾ ഇവരാണ് അൽഖയ്ദയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും 10,000 യൂസേഴ്സ് അല്ലേ ഉണ്ടായിരുന്നു ഇവർക്ക് അതിൽ. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഈ ജിഹാദ് നടത്തണം എന്ന് ഫർദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന പ്രചാരണമൊക്കെ ഫർദീൻ ഷെയ്ഖ് ഇതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറയുന്ന പ്രചാരണമൊക്കെ എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അൽഖയ്ദയ്ക്ക് ഇന്ത്യയിലൊരു വനിതാ നേതാവ്. ശരിക്കും പറഞ്ഞാൽ ഈ അൽഖയ്ദ എല്ലായ്പ്പോഴും ഈ ലോക രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണി ഉയർത്തണം. അപ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഇത്തരം തന്ത്രം ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ളവർക്ക് അത് നേരത്തെ കണ്ടെത്താൻ പറ്റാത്തത്? അല്ല, നേരത്തെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈ കണ്ടെത്താൻ പ്രയാസമുള്ള അക്കൗണ്ടുകളാണല്ലോ ഇവർ. ടെലഗ്രാം ഒക്കെ പോലുള്ള സംഗതികളെ ഇപ്പോൾ ഇതേ ചോദ്യം നമുക്ക് പഹൽഗാമിൽ അക്രമം നടത്തിയവരെ പറ്റിയും ഉന്നയിക്കുന്നില്ലേ, എന്തുകൊണ്ട് ഇത് ഇന്റലിജൻസ് നേരത്തെ അറിഞ്ഞില്ല? അതിൽ 2 കാര്യമാണ്. ഇവർക്ക് അവിടെ ഈ കത്വ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടല്ലോ. 30 കൊല്ലമായിട്ട് അവിടെ ഭീകരത അമർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കശ്മീരിൽ ഓരോ സ്ഥലവും ശുദ്ധീകരിച്ച് വരുന്നല്ലേ ഉള്ളൂ. കശ്മീര് നമ്മുടെ കയ്യിലൊന്നും അല്ലായിരുന്നല്ലോ. തദ്ദേശീയരുടെ ഒരു പിന്തുണ വലുതായിരുന്നു അല്ലേ? വളരെ വലുതായിരുന്നു. കാരണം അവര് ഇന്ത്യക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരെ അവിടെ. പ്രത്യേകിച്ച് ഈ വാലിയില്, കശ്മീർ താഴ്വര, ജമ്മു അല്ല കശ്മീർ എന്ന് പറയുന്ന സ്ഥലം അങ്ങനെയായിരുന്നു. കാരണം PO ഒക്കെ നേരത്തെ നെഹ്റു അങ്ങോട്ട് വിട്ടുകൊടുത്താണല്ലോ. യുദ്ധം ഇടയ്ക്ക് വെച്ച് നിർത്തി നമ്മളെ ഏതാണ്ടൊക്കെ പിടിച്ചു വന്നതാണ്, ഹാജിപൂർ ചുരമൊക്കെ. അപ്പൊ അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമല്ല, ഗ്രൗണ്ട് സപ്പോർട്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം 3 പേരെ ഉന്മൂലനം ചെയ്ത് തന്നെ അവരുടെ 1 സെക്കൻഡോ 2 സെക്കൻഡോ ഒക്കെ പാകിസ്ഥാനും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ട്രാക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ പിടിച്ചെടുത്തത്. അതെ. ഇപ്പോൾ കശ്മീരിലാണെങ്കിൽ ഒരു വലിയ ഇലക്ട്രോണിക് സംവിധാനം നമുക്കുണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയ റോയുടെ ചീഫ് അത് കൈകാര്യം ചെയ്തിരുന്ന ആളാണല്ലോ അവിടെ, ടെലികമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഇത് നമുക്ക് കണ്ടുപിടിച്ചല്ലോ ഇപ്പോൾ. കാരണം ഇവരിങ്ങനെ ഒരുപാട് മൊഡ്യൂളുകൾ അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പൊ അൽഖയ്ദ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പശ്ചിമ ആഫ്രിക്കയിൽ ഇന്ത്യക്കാരെ തന്നെ 5-8 പേര് പല ഘട്ടങ്ങളിലായിട്ട് അടുത്ത കാലത്ത് റാഞ്ചി കൊണ്ടുപോയിട്ടില്ലേ? അവരുടെ ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ചില ഭാഗങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അൽഖയ്ദയുടെ ഒക്കെ കയ്യിലാണ് പശ്ചിമ ആഫ്രിക്കയിൽ.
ഒരു പ്രത്യേക മേഖല തന്നെ. ഏറ്റവും ഇല്ലേ, പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പോൾ നേരത്തെ അൽ ബാഗ്ദാദിയെ സിറിയയിൽ വധിച്ചതോടുകൂടി ഇസ്ലാമിക് സ്റ്റേറ്റ് നിലംപൊത്തി എന്ന് കരുതുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇപ്പോൾ പൊന്തി വരുന്നു. അതാണ് ഈ സിറിയയിൽ ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നില്ലേ, ഷാര പ്രസിഡന്റായി. അപ്പോൾ അവിടുത്തെ ജയിലുകളിൽ അൽഖയ്ദയുടെ ഈ അൽ ബാഗ്ദാദിയുടെ ഒക്കെ ഉന്മൂലനത്തിന് ശേഷം അൽഖയ്ദക്കാരെയും ഇസ്ലാമിക് സ്റ്റേറ്റുകാരെയൊക്കെ പിടിച്ചിട്ട് തടവറകളിൽ ക്യാമ്പുകളിൽ അടച്ചിരുന്നു. ആ ഇസ്ലാമിക് സ്റ്റേറ്റുകാരുടെ അൽഖയ്ദക്കാരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ പിടിച്ച് അടച്ചിരുന്നു. അപ്പൊ അവരെയൊക്കെ ഈ ഇപ്പോൾ സിറിയയിൽ നടന്ന ഈ സംഭവ വികാസത്തെ തുടർന്ന് അവരെയൊക്കെ പലരെയും തുറന്നു വിട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റുകാർ പലയിടത്തും അങ്ങനെയാണ് അവർ പോയി പൊന്തുന്നത്. സൊമാലിയയിൽ ട്രംപ് വന്ന ഉടനെ ചില ഗുഹാ മേഖലകളിലൊക്കെ ബോംബ് ചെയ്തിരുന്നില്ലേ, അൽഖയ്ദ വീണ്ടും പൊന്തി വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ആഫ്രിക്കയുടെ പല ഭാഗത്തും ഇങ്ങനെ അൽഖയ്ദ IS പല സ്ഥലത്തും ഇപ്പോൾ അക്രമങ്ങൾ ഇല്ലേ, യൂറോപ്പിലുമൊക്കെ IS ഇതാണെന്ന് പറഞ്ഞിട്ട് IS ഏറ്റെടുക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഒരുപാട് ശല്യം ഉണ്ടാകുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമൊക്കെ ആയിട്ട്. ഇന്ത്യയിലും ഇത് IS തലപൊക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ 5 പേരുടെ അറസ്റ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.